ഇടതുപക്ഷത്തിൻ്റെ സ്പേസ് എടുത്ത് നാളെ ബി.ജെ.പി. പെട്ടെന്നങ്ങോട്ട് വളർന്ന് ഇവിടെ അധികാരത്തിലെത്തും എന്ന് കരുതുകയേ വേണ്ട. ഇല്ല, അത് എളുപ്പമെന്നല്ല, അത് അസാധ്യമായ ഒരു കേരളത്തിൽ അങ്ങനെ ബംഗാളിലെ പോലെ നടക്കില്ല. അത് എളുപ്പത്തിൽ സാധ്യമാവില്ല. ഇടതുപക്ഷം എന്നത് അതിൻ്റെ ഈ പരിമിതമായ രൂപത്തിലായാലും ഇവിടെ നിൽക്കുന്നിടത്തോളം ഇവിടെ ബി.ജെ.പിക്ക് അധികാരത്തിൽ കോൺഗ്രസ് തുടർച്ചയായി ചിലപ്പം വേണമെങ്കിൽ ഭരിച്ചേക്കാം. ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പോലും ഒരു 5 വർഷത്തേക്കുള്ള ഭരണമല്ല. ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അടുത്ത 10 വർഷം എന്നുള്ളത് തന്നെയാണ്. തുടർഭരണം സാധ്യമാണ് കേരളത്തിൽ എന്നുള്ളത് തിരിച്ചറിയുന്നു. ആ തുടർഭരണമാണ് അവർ ആഗ്രഹിക്കുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനിയിപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നമുക്കത് പറയാൻ സമയമുണ്ടെന്ന് പറഞ്ഞു. ആ സമയം കിട്ടാത്തതുകൊണ്ട് അതുകൂടെ പറയാം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാവ്യനീതി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ പലതരത്തിലുള്ള താല്പര്യങ്ങളോടെ പ്രവർത്തിച്ചു വന്നിരുന്നു. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് കെ.സി. വേണുഗോപാലിനെ അയക്കണമെന്നുള്ള ആവശ്യം ഉയരും എന്ന് കേൾക്കുന്നു. ആ നിലയ്ക്കുള്ള ചർച്ചകൾ സജീവമായി. പക്ഷേ ഇനി അതിനൊന്നും പ്രസക്തിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള ഒരു ആലോചനയിലേക്ക് കാര്യങ്ങൾ പോയാൽ 2006 ഒരുപക്ഷെ ആവർത്തിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. വി.എസ്. അച്യുതാനന്ദന് വേണ്ടി ഇവിടെ തെരുവിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയതുപോലെ വി.ഡി. സതീശന് വേണ്ടി ഇവിടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയേക്കും. അതിനുള്ള അവസരം കൊടുക്കില്ല ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എന്നാണ് ഞാൻ കരുതുന്നത്. കെ.സി. വേണുഗോപാലും ആ നിലയ്ക്ക് പ്രവർത്തിക്കില്ല എന്ന് വേണം തൽക്കാലം കരുതാൻ. മറ്റൊരു കാര്യം കൂടിയുണ്ട് സനീഷേ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 1063 എം.എൽ.എമാർ കോൺഗ്രസിനുണ്ട്. ലീഗിൻ്റെ വലിയ ഉറച്ച പിന്തുണ വി.ഡി. സതീശനുണ്ട്. ലീഗിൻ്റെ കാരണം അത് നിലപാടിനുള്ള പിന്തുണയാണ് ലീഗ് കൊടുത്തിരിക്കുന്നത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റ് ചെറിയ ഒരാളും രണ്ടാളുമായിട്ട് വിജയിച്ചു വന്നിരിക്കുന്നവരെല്ലാവരും അവരൊക്കെ പ്രധാനികളും പ്രമാണികളും തന്നെയാണ്. ഇപ്പോൾ സി.പി. ജോണിനെ പോലെ കെ രമയെ പോലെയൊക്കെയുള്ള ആളുകൾ, പി.ജെ. ജോസഫ്, ഇവരെല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത് പി.ജെ. ജോസഫൊക്കെ വിളിച്ച് വി.ഡി. സതീശന് ഒരു ദൈവനിയോഗമായി ഇതങ്ങ് ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഒരു 10-28 എം.എൽ.എമാർ ഇപ്പോൾ തന്നെ വി.ഡി. സതീശനൊപ്പം നിൽക്കാൻ തയ്യാറുള്ളവർ ഉണ്ട്. ആ നിലയ്ക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി വി.ഡി. സതീശനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആലോചനയിലേക്ക് കോൺഗ്രസ് പോകാതിരിക്കുകയായിരിക്കും നല്ലതെന്നും എനിക്ക് തോന്നുന്നത്. പോകില്ലായിരിക്കും. അതായത് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകുമെന്ന് തന്നെയാണ്.